പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി തുടരുകയാണ്. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാന്റെ ആക്രമണം വീണ്ടും ഉണ്ടാവുകയാണ്. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയായിരുന്നു ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ജോർദാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പും ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇറാനിൽ 20 സ്ഥലങ്ങളിൽ അമേരിക്കൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങളുമായി ചേർന്നത്. സുരേഷ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുന്നതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് കുവൈറ്റും ബഹ്റിനും ആക്രമണ മുനമ്പിൽ നിൽക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ സംബന്ധിച്ചും വലിയ ആശങ്കയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയും സാഹചര്യം എങ്ങനെയാണ്? രതീഷ്, ഏറ്റവും പ്രധാനം ഈ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. അത് പലയിടങ്ങളിലായിരുന്നു. ഏറ്റവും പ്രധാനം ഹോർമൂസ് കടലിടുക്കിൽ നേരിട്ട് അമേരിക്കയും ഇറാനും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് ജോർദാൻ. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ജോർദാനിൽ ആക്രമണം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ജോർദാനിലും ഹോർമൂസ് കടലിടുക്കിലും കുവൈറ്റിലും അതോടൊപ്പം തന്നെ ബഹ്റൈനിലും ഇങ്ങനെ പലയിടങ്ങളിലായിട്ടായിരുന്നു ആക്രമണം ഉണ്ടായത്. അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ഒന്ന് ജോർദാനാണ്. ജോർദാനിൽ അമേരിക്കയുടെ F-35 ഫൈറ്റർ ജെറ്റുകളുടെ ഹാങ്കറുകൾ തകർത്തതായിട്ട് റിപ്പോർട്ടുണ്ട്. കമാൻഡ് സെന്റർ തകർത്തതായിട്ട് റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിൽ ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ റഡാർ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നു. ഇറാന്റെ തന്നെയായിട്ടുള്ള കമാൻഡ് സെന്ററുകൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. അതോടൊപ്പം ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ആക്രമണം ഹോർമൂസിൽ ഉണ്ടാകുന്നുണ്ട്. ജോർദാനിൽ ആദ്യമായിട്ട് ആക്രമണം ഉണ്ടാക്കുന്നു. കുവൈറ്റിലേക്കും ശക്തമായിട്ടുള്ള ആക്രമണം എന്നുള്ളൊരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് അവിടെ എയർ ഡിഫൻസ് സംവിധാനമൊക്കെ തന്നെ രാവിലെ ലൈവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബഹ്റൈനിലും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ആളുകൾക്ക് നൽകി. ഇങ്ങനെ പല കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കയും ഇറാനും ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയത്. വലിയ നാശനഷ്ടം രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെയാണ് അമേരിക്കയുടെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിരുന്നത്. ഇതേ തുടർന്ന് തന്നെ ട്രംപ് ശക്തമായിട്ടുള്ള ആക്രമണം നടത്തും, ഇതിന് മറുപടി നൽകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഹോർമൂസ് കടലിടുക്കിൽ റഡാറുകളും കമാൻഡ് സെന്ററുകളും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക ഏതാണ്ട് 20ഓളം തവണ ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ വെടിവെച്ചിട്ടതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നിപ്പോൾ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഈ ആക്രമണം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാവിലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി കൃത്യമായി ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിന് അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്നും പറയുന്നുണ്ട്. അതിനർത്ഥം ഈ മേഖല പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നാണ്.